വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന പഴഞ്ചൊല്ല് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. നല്ല ഒരു കാര്യം നടക്കാനായി ഉദ്ദേശിച്ച് ചെയ്ത കാര്യങ്ങൾ കുളമായി 8ന്റെ പണി കിട്ടുമ്പോൾ പറയുന്ന വാചകമാണിത്. ഇവിടെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലും അക്ഷരാർത്ഥത്തിൽ അത് തന്നെ സംഭവിച്ചു. അങ്ങനെ നല്ലൊരു ഉദ്ദേശം കൊണ്ട് 8ന്റെ പണി വാങ്ങിക്കൂട്ടിയ അവൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയാനായി നമുക്ക് 2015 റിലീസായ അഗ്ലി ഡക്ലിംഗ് പെർഫെക്റ്റ് മാച്ച് എന്ന തായ് ഡ്രാമ ഒന്ന് കണ്ടാലോ. നമ്മളെ കാണുന്നത് നമ്മുടെ കഥാനായികയായ ജുനീറ്റയാണ്. ജുനീറ്റ എന്ന ഈ പെൺകുട്ടിയെ അവളെ അറിയാവുന്നവരൊക്കെ വളരെ അസൂയയോടെയാണ് നോക്കുന്നത്. കാരണം അവള് എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ വളരെ പെർഫെക്റ്റ് ആണ്. വളരെ സമ്പന്നമായ കുടുംബത്തിൽ ജനനം, നല്ല സുന്ദരനായ ഒരു ബോയ് ഫ്രണ്ട്, എന്തിനും ഏതിനും ഒരുപാട് സുഹൃത്തുക്കൾ, എല്ലാത്തിനും പുറമെ അതിസുന്ദരിയുമാണ് അവൾ. ജുനീറ്റയുടെ കാര്യങ്ങളെല്ലാം നോക്കാനായി അവൾക്ക് വീട്ടിലൊരു ആയുണ്ട്. ആയയുടെ പേര് ആലി. ജുനീറ്റയുടെ പേരൻസ് ശ്രദ്ധിക്കുന്നതിനേക്കാൾ അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഈ ആലിയാണ്. ജുനീറ്റയുടെ ബോയ് ഫ്രണ്ടിന്റെ പേര് മാക്സ് എന്നും. മാക്സ് ഇടയ്ക്കിടയ്ക്ക് ജുനീറ്റയുമായി ഡേറ്റിങ്ങിന് പോകാറുണ്ട്. എപ്പോഴും അവളുടെ ഭംഗിയെ പറ്റി അവൻ പൊക്കി പറയും. അവളുടെ കൂടെ ഫോട്ടോ എടുത്ത് അവന് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവളുടെ ഫോട്ടോയ്ക്ക് മിനിമം 100K ലൈക്ക് ഗ്യാരണ്ടിയാണ്. അങ്ങനെ ഒന്നിച്ചുള്ള ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇവർ അറിയപ്പെടുന്ന ഒരു കപ്പിള് തന്നെയാണ്. എവിടെ കറങ്ങാൻ പോയാലും ആളുകളുടെ എല്ലാം ശ്രദ്ധ ജുനീറ്റയിലാണ്. അവൾ അവളെ തന്നെ ഈ ലോകത്തുള്ള ഏറ്റവും ഭാഗ്യവതിയായ പെൺകുട്ടിയായിട്ടാണ് കണക്കാക്കുന്നത്. എന്തായാലും പതിവ് പോലെ ജുനീറ്റ മാക്സിന്റെയും മറ്റു സുഹൃത്തുക്കളുടെയും കൂടെ അടിച്ചു പൊളിക്കാൻ പോകുന്നു. അവിടെ വെച്ച് കുറച്ച് പിക്ചേഴ്സ് മാക്സ് ക്ലിക്ക് ചെയ്ത് അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു. അടുത്ത ദിവസം ഈ ഒരു ഫോട്ടോസിന്റെ കമന്റ് കണ്ട് ജുനീറ്റ ഞെട്ടാണ്. കാരണം ജുനീറ്റ വണ്ണം വെച്ചു, പഴയ ഭംഗിയൊന്നുമില്ല, അയ്യേ ഇതെന്ത് കോലം എന്ന മട്ടിലൊക്കെ ഉള്ള കമന്റുകളാണ് അതിലുണ്ടായിരുന്നത്. പൊതുവെ ഇവളുടെ സൗന്ദര്യത്തെ പൊക്കി പറയാറുണ്ടായിരുന്ന ആളുകൾ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് അവൾക്ക് സഹിക്കാനേ വയ്യ. കമന്റ് കണ്ട് നെഞ്ചു പൊട്ടി ജുനീറ്റ ഇരിക്കുന്ന സമയത്ത് മാക്സിന്റെ ഫോൺ വിളി. ജുനീറ്റയുടെ കവിളൊക്കെ ചാടി അവൾ വണ്ണം വെച്ചിരിക്കുകയാണെന്നും മാക്സ് എന്നും കാണുന്നത് കൊണ്ടാണ് മാക്സിന് അത് തിരിച്ചറിയാൻ സാധിക്കാഞ്ഞതെന്നും കമന്റിലുള്ള കാര്യങ്ങൾ കണ്ടപ്പോഴാണ് അത് ഓർത്തതെന്നും എല്ലാം അവൻ പറയുന്നു. നെഞ്ചു പൊട്ടി ജുനീറ്റ വണ്ണം കുറയ്ക്കാനായി എക്സസൈസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ജുനീറ്റയുടെ ആയ അവളെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സസൈസ് ചെയ്യാനും വേണ്ട സപ്പോർട്ടൊക്കെ നൽകുന്നു. പക്ഷെ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, മോളെ ഈ ഒരു രൂപത്തിൽ കാണാൻ യാതൊരു പന്തികേടും എനിക്ക് തോന്നുന്നില്ല. പിന്നെന്താ ആളുകൾ അങ്ങനെ കമന്റ് ഇട്ടതെന്ന് മനസ്സിലാകുന്നില്ല എന്നും. ഇതേ സമയം ജുനീറ്റയുടെ അമ്മ വരുന്നു. അവര് വലിയ കാശുകാരി ആയതുകൊണ്ട് തന്നെ ഭയങ്കര കൊച്ചമ്മ ചമയലാണ്. ലേഡീസ് ക്ലബിലാണ് 24 മണിക്കൂറും. കൂടാതെ അവർ ജുനീറ്റയുടെ അപ്പുറത്തെ ബ്യൂട്ടി കോൺഷ്യസ് ആണ്. ജുനീറ്റയുടെ വണ്ണം കുറയ്ക്ക് റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കാനിരിക്കുകയല്ലേ നമ്മളെന്ന കാര്യമെല്ലാം അവര് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. എന്തായാലും കഷ്ടപ്പെട്ട് ജുനീറ്റ 2 കിലോ വെയിറ്റ് കുറച്ച് ദിവസം കൊണ്ട് കുറച്ചെടുക്കുന്നു. അങ്ങനെ വെയിറ്റ് കുറച്ച് താൻ വീണ്ടും സുന്ദരിയായെന്ന കോൺഫിഡൻസിൽ ജുനീറ്റ മാക്സിന്റെ കൂടെ അടുത്ത ദിവസം ഡേറ്റിങ്ങിന് പോകുന്നു. അങ്ങനെ ഒരു റെസ്റ്റോറന്റിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സമയം ജുനീറ്റയുടെ ഒരു ഫോട്ടോ മാക്സ് എടുക്കുന്നു. അവനത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ജുനീറ്റയെ കാണിക്കുന്നത്. ആ ഫോട്ടോയിൽ ജുനീറ്റ സ്പൂണിൽ ഇങ്ങനെ ഫുഡ് കോരി കഴിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മുഖത്തിന്റെ ആ ഒരു ഷേപ്പിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ആ ഫോട്ടോ എടുത്തേക്കുന്ന ആംഗിളും തീരെ ശരിയല്ല. ഫോട്ടോ കണ്ടാൽ തന്നെ ഇത് ജുനീറ്റയാണെന്ന് പറയില്ല. അല്പം വണ്ണം വെച്ച പോലെയാണ് മുഖം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നെഗറ്റീവ് കമന്റ്സ് ഫോട്ടോയുടെ താഴെ വരുന്നു. ഇത് ജുനീറ്റ കണ്ട് ആകെ അപ്സെറ്റ് ആവുന്നു. കുറച്ച് ദിവസം കഷ്ടപ്പെട്ട് വെയിറ്റ് കുറച്ചതൊക്കെ വെറുതെ ആയല്ലോ എന്ന് അവൾ അപ്സെറ്റ് ആയിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് ട്രൈ ചെയ്ത് നോക്കിക്കൂടാ എന്ന സജഷൻ അവൾ കേൾക്കുന്നു. മുഖത്തിന്റെ വണ്ണം കുറയ്ക്കാനായിട്ടുള്ള ട്രീറ്റ്മെന്റിന് വിധേയാകാൻ അവൾ ആദ്യം ഭയപ്പെടുന്നുണ്ടെങ്കിലും പിന്നീട് ഇതിന് യാതൊരു സൈഡ് എഫക്ട്സും ഇല്ല എന്ന കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ധൈര്യപൂർവ്വം അതിനും തയ്യാറാകുന്നു. ഇനി വെറുതെ അതായിട്ട് കുറയ്ക്കേണ്ടല്ലോ എന്നാണ് അവളുടെ ചിന്ത. അങ്ങനെ മുഖത്ത് കുറച്ച് ഇഞ്ചക്ഷൻസും ഒക്കെ എടുക്കുന്നു. അടുത്ത ദിവസം കണ്ണാടിയിൽ നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന പ്രതീക്ഷയിൽ അവൾ നോക്കുന്നുണ്ട്. അതെ, മുന്നത്തെ പോലെ ആയിരുന്നില്ല. നേരമൊന്ന് ഇരുട്ടി വെളുത്തപ്പോൾ അവളുടെ മുഖമുണ്ടായിരുന്നത്. സുന്ദരമായ മുഖം പ്രതീക്ഷിച്ച അവൾക്ക് ആ സുന്ദരമായ മുഖത്തിന്റെ സ്ഥാനത്ത് ഒരുപാട് കുരുക്കളൊക്കെ വന്ന മുഖമാണ് കാണാൻ സാധിച്ചത്. കൂടാതെ മുഖം നല്ല നീര് വന്ന് വീർത്തുമിരിപ്പുണ്ട്. ജുനീറ്റ ഒട്ടും സമയം കളയാതെ ഡോക്ടറിനെ കാണാനായി ചെല്ലുന്നു. അവൾക്ക് ട്രീറ്റ്മെന്റ് നൽകിയ അതേ ഡോക്ടർ തന്നെ ഇപ്പോൾ അവളെ പരിശോധിച്ചിട്ട് പറയാണ്, ഇത് വളരെ റെയർ കേസാണ്. കാരണം ജുനീറ്റ കെമിക്കൽസിന് അലർജറ്റിക് ആയതുകൊണ്ടാണ് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇങ്ങനെ മുഖത്ത് നീരും കുരുക്കളും വന്നതെന്ന്. ഇതിന് എന്താണ് പരിഹാരമെന്ന് ജുനീറ്റ ചോദിക്കുമ്പോൾ 1 വർഷത്തെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്, അതെടുത്താൽ മാത്രമേ ഇത് പെർമനന്റ് ആയി മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്ന ഡോക്ടറിന്റെ മറുപടി അവളെ വട്ടുപിടിപ്പിക്കുന്നു. ഒരു കുഴപ്പവുമില്ലാത്ത നല്ലൊരു മുഖമായിരുന്നു. അത്യാഗ്രഹം കാണിച്ച് ഈ കോലത്തിലാക്കിയല്ലോ എന്ന് അവൾ അവളെ
തന്നെ പഴിക്കുന്നു. അവള് വീട്ടിൽ വന്ന് കരഞ്ഞ് അമ്മയോട് കാര്യം പറയുന്നു. ഇത് കേൾക്കുന്ന ജുനീറ്റയുടെ അമ്മയും വളരെ അപ്സെറ്റ് ആവുന്നു. കാരണം ഈ അടുത്തൊരു റിയാലിറ്റി ഷോയിൽ ഇവളെ പങ്കെടുപ്പിക്കാനായി അമ്മ ഇരുന്നതായിരുന്നു. പക്ഷെ ഇങ്ങനെ നീര് വെച്ച് കുരുക്കളുള്ള മുഖത്തോടു കൂടി റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. അതും ഒരു വർഷം ഇത് മാറാനെടുക്കുമെന്ന് കേൾക്കുന്ന അമ്മ അവളോട് തട്ടിക്കയറുന്നു. ജുനീറ്റ തന്റെ മനസ്സ് ആരോടെങ്കിലും സംസാരിച്ചൊന്ന് ഫ്രീ ആക്കാൻ അവളുടെ ഫ്രണ്ട്സിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇവളുടെ ഈ അവസ്ഥ അറിയുന്ന ഫ്രണ്ട്സ് അവളെ അവോയ്ഡ് ചെയ്ത് വിടുകയാണ്. എന്തിനേറെ ഫ്രണ്ട്സിന്റെ കാര്യം പറയുന്നു. മാക്സ് പോലും ഇവളെ കാണാൻ വന്ന സമയത്ത് ഇവളുടെ ഈ മുഖം കണ്ട് ഒരുമാതിരി പേടിച്ച് അവളോട് താല്പര്യമില്ലാതെ സംസാരിക്കുന്നു. അവൻ വിദേശത്തേക്ക് പഠനത്തിനായി പോവുകയാണെന്നും തൽക്കാലം ബ്രേക്കപ്പ് ആയാലും എന്തിനാ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്, അവൻ അതിലൊന്നും വിശ്വാസമില്ല എന്നെല്ലാം പറഞ്ഞ് ബ്രേക്കപ്പ് ആകാനും തീരുമാനിക്കുന്നു. ജൊനീറ്റയ്ക്ക് ഇതൊക്കെ താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. തന്റെ ഫ്രണ്ട്സ് ആയാലും തന്റെ ബോയ് ഫ്രണ്ടായ മാക്സ് ആയാലും തന്റെ സൗന്ദര്യത്തെയാണ് ഇത്രയും നാള് പൊക്കി പിടിച്ചോണ്ട് നടന്നത്, അല്ലാതെ തന്റെ പേഴ്സണാലിറ്റിയോ ക്യാരക്ടറോ ആയിരുന്നില്ല ഇവരെ ആരെയും തന്നിലേക്ക് അടുപ്പിച്ചതെന്ന കാര്യം. ഇങ്ങനെ ഒരു ചെറിയ അബദ്ധം ഇവൾക്ക് പറ്റിയ സമയം അവരകന്നതിൽ നിന്ന് ഇവൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. ജൊനീറ്റ വളരെ അപ്സെറ്റായി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നെറ്റിൽ ഇങ്ങനെ ജസ്റ്റ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അഗ്ലി ഡക്ലിംഗ് ക്ലബ് എന്ന ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് ജൊനീറ്റയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ശാരീരികപരമായി അല്ലെങ്കിൽ കാഴ്ചയിലുള്ള എന്തെങ്കിലുമൊക്കെ കുറവുകൾ ചൂണ്ടിക്കാണിച്ച് മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ബുള്ളി ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ ഒത്തുകൂടുന്ന ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പായിരുന്നു ഇത്. ഇപ്പൊ തന്നെ മുഖത്ത് കുരു ഉണ്ടെന്ന നിസ്സാര പേരിൽ ആളുകൾ തന്നെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് കൊണ്ട് താൻ ഈ ഗ്രൂപ്പിന് യോജിച്ചവളാണ്, ഇതാണ് തനിക്ക് പറ്റിയ സ്ഥലമെന്ന് തോന്നിയ ജൊനീറ്റ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ആ ഗ്രൂപ്പിൽ അവൾക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടുന്നു. അവരോട് അവൾ അവളുടെ ഇഷ്യൂസ് ഷെയർ ചെയ്യുമ്പോൾ ചില സജഷൻസ് വരികയാണ്. അടുത്തുള്ള മറ്റൊരു സിറ്റിയിൽ നല്ല ബെസ്റ്റ് സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആയ ഒരു ഡോക്ടർ ഉണ്ട്. അദ്ദേഹത്തിന്റെ ചികിത്സ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്നെല്ലാം ഭേദമാകുമെന്നൊക്കെ അവർ പറയുന്നത് കേൾക്കുന്ന ജുനീറ്റയ്ക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നു. അവള് അടുത്ത സിറ്റിയിലോട്ട് മാറാനായി തീരുമാനിക്കുന്നു. എന്തായാലും ഇപ്പോൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇനി പഠനം കണ്ടിന്യൂ ചെയ്യാൻ അവൾക്ക് താല്പര്യമില്ല. ഒന്നാമതേ വളരെ സുന്ദരിയാണെന്ന മട്ടിൽ പൊക്കോണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ആളുകൾ നോക്കാൻ പോലും താല്പര്യപ്പെടാത്ത രീതിയിൽ പോകാൻ അവൾക്ക് മടിയാണ്. രണ്ടാമത് അവിടെയുള്ള അവളുടെ ഫ്രണ്ട്സ് ഒന്നും ജെന്യുവൻ അല്ല, അവരാരും ഇവളെ ആയിരുന്നില്ല ഇഷ്ടപ്പെട്ടതെന്ന കാര്യങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ അവരെ ഫേസ് ചെയ്യാൻ ഇവൾക്ക് താല്പര്യമില്ല. അങ്ങനെ മറ്റൊരു സിറ്റിയിൽ പോയി പഠിക്കുന്നതിനെ പറ്റി അമ്മയോട് പറയുമ്പോൾ അമ്മയ്ക്ക് അതിൽ വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല. ജുനീറ്റയുടെ ആയ ആലിയും കൂടെ കൊണ്ടുപോവാണെങ്കിൽ പൊക്കോളൂ എന്ന് അമ്മ പറയുമ്പോൾ ജുനീറ്റയ്ക്ക് അതിൽ പരമൊരു സന്തോഷമില്ല. കാരണം ജുനീറ്റ അവളുടെ അമ്മയേക്കാൾ കാര്യമായി കാണുന്ന ഒരു സ്ത്രീയാണ് ആലി. അങ്ങനെ പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നു. ജുനീറ്റ സോഷ്യൽ മീഡിയയിൽ നിന്നെല്ലാം അവളുടെ പേരൊക്കെ ചേഞ്ച് ചെയ്യാണ്. അവൾക്ക് പഴയ ഫ്രണ്ട്സുമായി യാതൊരു തരത്തിലും കോണ്ടാക്റ്റിന് ഇനി താല്പര്യമില്ല. അങ്ങനെ ആലിയും ജുനീറ്റയും ഷിഫ്റ്റ് ചെയ്യുന്നു. പുതിയ സിറ്റിയിൽ പുതിയതായി ചേർന്നിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആദ്യ ദിവസം ജുനീറ്റ ചെല്ലുന്നത് ഒരു സ്കാർഫൊക്കെ ധരിച്ചാണ്. ആരും തന്റെ മുഖം കാണണ്ട എന്ന് തന്നെയാണ് അവൾ കരുതുന്നത്. എന്തായാലും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെല്ലുന്ന അവൾ ആദ്യം അവിടെ കാണുന്നത് ലിയോ എന്നൊരു പയ്യനെയാണ്. ഇവളൊരു ന്യൂ കമറാണ് എന്ന് മനസ്സിലാക്കുന്ന ലിയോ അവളോട് സംസാരിക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും സെയിം ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കാൻ വന്നവരാണെന്ന് മനസ്സിലാക്കുന്നത്. കൂടാതെ അന്ന് ന്യൂ കമേഴ്സിന് വേണ്ടി സീനിയേഴ്സ് ഒരു വെൽക്കം പാർട്ടി പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ലിയോ ജുനീറ്റയെ കൊണ്ടുപോകുന്നു. ആ ഒരു പ്രോഗ്രാമിനിടയിൽ ബി എന്ന സെയിം ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുന്ന ഒരു പയ്യനെ ജുനീറ്റ പരിചയപ്പെടുന്നു. ബി വളരെ ഫ്രണ്ട്ലിയാണ്, നല്ല കോമഡി പറയുന്ന ഒരു പയ്യനായതുകൊണ്ട് തന്നെ അവനോട് ഈസിലി ഇവൾക്ക് മിങ്കിൾ ആവാൻ സാധിക്കുന്നു. എന്തായാലും അന്നത്തെ ന്യൂ കമേഴ്സിനായിട്ടുള്ള പ്രോഗ്രാം ജുനീറ്റ നന്നായി എൻജോയ് ചെയ്യുന്നു. മുഖത്ത് ഇങ്ങനെ ചില പ്രശ്നങ്ങൾ വന്നതിന് ശേഷം അവൾ മനസ്സ് തുറന്നൊന്ന് ചിരിക്കുകയും എൻജോയ് ചെയ്യുകയും ചെയ്ത ആദ്യത്തെ ദിവസം അന്നായിരുന്നു. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നീട് ആലിയും ജുനീറ്റയും അവർക്ക് സ്റ്റേ ചെയ്യാനുള്ള ഹോസ്റ്റലിലേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് ജുനീറ്റയുടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന 3 പെൺപിള്ളേരെ കാണുന്നു. 4 പേർക്കാണ് ഈ ഒരു ഹോസ്റ്റലിൽ ഒരു റൂം അലോക്കേറ്റ് ചെയ്യുന്നത്. ഈ 3 പെൺകുട്ടികൾക്ക് ഇനി ഒരു റൂംമേറ്റും കൂടി കിട്ടണം. അതുകൊണ്ട് തന്നെ അവർ ജുനീറ്റ കണ്ടപാടെ ഞങ്ങളുടെ കൂടെ വന്ന് കൂടിക്കോ എന്ന് പറയുന്നു. ആലിക്ക് മറ്റൊരു റൂമും അങ്ങനെ ശരിയാവുന്നു. അങ്ങനെ ജുനീറ്റ അവളുടെ പുതിയ റൂമിലേക്ക് വരുന്ന സമയം വലിയ സൗകര്യങ്ങളൊന്നുമില്ലാത്ത കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള റൂം തന്നെയാണ്. എങ്കിലും 4 ഗേൾസും അവിടെ സെറ്റിൽ ആവുന്നു. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ജുനീറ്റയുടെ മുഖത്ത് നിന്ന് സ്കാർഫ് അഴിഞ്ഞു പോകുന്നു. അപ്പോൾ നിങ് എന്ന പെൺകുട്ടി അത് കാര്യമാക്കുന്നില്ലെങ്കിലും നൂയി എന്നും ജോയ് എന്നും പേരുള്ള മറ്റു 2 പെൺപിള്ളേർക്ക് ജുനീറ്റെ കണ്ടപാടെ ഒരു അറപ്പ് പോലെ തോന്നുന്നു. അവളുമാര് ഒരു ഭീകരജീവിയെ നോക്കുന്ന പോലെയാണ് പിന്നീട് ജുനീറ്റ കാണുന്നത്. പക്ഷെ നിങ് ജുനീറ്റയോട് കാര്യമായി തന്നെ മുഖത്തെ ആ പാടുകളെ പറ്റിയും കുരുക്കളെ പറ്റിയും ഒക്കെ ചോദിക്കുമ്പോൾ ജുനീറ്റ താൻ മുഖത്തിന്റെ വണ്ണം കുറയ്ക്കാനായി കെമിക്കൽ ട്രീറ്റ്മെന്റിന് വിധേയായതും തുടർന്ന് ഇങ്ങനെ സംഭവിച്ചതും ഒക്കെ വിവരിക്കുന്നു. ഇതൊന്നും ഒരു വിഷയമല്ല, നീ ഇവിടെ തന്നെ നിന്നു, ഇവളുമാര് പറയുന്നത് കേൾക്കണ്ട എന്നല്ല നിങ് ഓപ്പണായി മറ്റു റൂംമേറ്റ്സിന്റെ മുന്നിൽ വെച്ച് ജുനീറ്റയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ജുനീറ്റ ടോയ്ലറ്റിലേക്ക് പോയ സമയം നൂയും ജോയും നിങ്ങിനോട് നമുക്ക് ഈ പ്രേതത്തെ പോലെ നമ്മളെ റൂംമേറ്റ് ആക്കണോ, വേറെ ആരെങ്കിലും നമുക്ക് വിളിച്ചുകൂടെ എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും നിങ് അവരെ എതിർക്കാണ്. ഇതൊരിക്കലും ജുനീറ്റയുടെ തെറ്റല്ല, മുഖത്ത് കുരു വരുന്നത് സ്വാഭാവികമല്ലേ, നമുക്കും വരാം. കൂടാതെ ഇവളുടെ ഈ കുരുവൊക്കെ
ട്രീറ്റ്മെന്റിലൂടെ മാറുകയും ചെയ്യും. പിന്നെ എന്തിനാ വെറുതെ ഒരാളെ ഒറ്റപ്പെടുത്തുന്നത് എന്നെല്ലാം നിങ് ജുനീറ്റയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ സംഭാഷണം ടോയ്ലറ്റിൽ നിന്നുകൊണ്ട് കേൾക്കുന്ന ജുനീറ്റയ്ക്ക് അത് വല്ലാത്ത വിഷമമാണ് നൽകിയത്. ഒരു പുതിയ സ്കൂളിലേക്ക് ഇങ്ങനെ മാറി വന്ന സമയത്ത് അല്പം സന്തോഷിച്ചെങ്കിലും ആ സന്തോഷമൊന്നും തനിക്ക് ശാശ്വതമല്ല. തന്റെ ലുക്സ് വീണ്ടും തന്നെ മറ്റുള്ളവരിൽ നിന്ന് അകലാനാണ് പ്രേരിപ്പിക്കുന്നതെന്ന തോന്നൽ അവളുടെ ഉള്ളിലുണ്ടാകുന്നു. അങ്ങനെ എന്തായാലും അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് ജുനീറ്റ ചെല്ലുന്ന സമയം സ്കാർഫിന് പുറമെ ഒരു സൺഗ്ലാസും വെച്ചുകൊണ്ടാണ് പോകുന്നത്. അവിടെ ജൂനിയേഴ്സിനെല്ലാം നിരത്തിയിരുത്തി സീനിയേഴ്സ് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയം ജുനീറ്റയോട് സ്കാർഫും സൺഗ്ലാസും ഒക്കെ മാറ്റാനായി എല്ലാവരും ആവശ്യപ്പെടുന്നു. കാരണം മറ്റു കുട്ടികളൊന്നും ഇത് വെച്ചിട്ടില്ല. ജുനീറ്റയുടെ റൂംമേറ്റ്സ് ആയ ആ 3 പെൺകുട്ടികളും ഇതേ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നവരുമാണ്. റൂംമേറ്റ്സിലെ നിങ് ഒഴിച്ചുള്ള നൂയും ജോയും ജുനീറ്റയുടെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടും ജുനീറ്റയെ മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് സ്കാർഫ് മാറ്റാനായി പ്രേരിപ്പിക്കുന്നു. സീനിയർ ഗ്യാങ്ങിന്റെ ലീഡറായ ടോയ് ജുനീറ്റയെ വിളിച്ച് മാറ്റി മുന്നിലായി കൊണ്ടുവന്ന് നിർത്തി എല്ലാവരുടെയും മുന്നിൽ വെച്ച് സ്കാർഫ് മാറ്റാൻ പറയുന്നു. ജുനീറ്റ ഹെസിറ്റേറ്റഡ് ആയി നിൽക്കുമ്പോൾ ലിയോ ജുനീറ്റയെ സപ്പോർട്ട് ചെയ്ത് പറയാണ്, മാറ്റ്, അതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ ഞാൻ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് ലിയോ പറയുന്നതിന്റെ ധൈര്യത്തിൽ ജുനീറ്റ സ്കാർഫ് മാറ്റുമ്പോൾ എല്ലാവരും അവളുടെ മുഖം കണ്ട് ഒരു സെക്കൻഡ് ഒന്ന് ഷോക്കാവുന്നു. പിന്നീട് കളിയാക്കാനും പുച്ഛിക്കാനും ചിരിക്കാനും ഒക്കെ തുടങ്ങുന്നു. ജുനീറ്റ വല്ലാതെ ഹ്യൂമിലിയേറ്റഡ് ആകുന്നു. അവൾക്ക് സങ്കടം സഹിക്കാൻ വയ്യ. അവളെ തിരിഞ്ഞ് ലിയോയെ നോക്കി എന്താ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ലിയോ കളിയാക്കുന്ന ജൂനിയേഴ്സിനും സീനിയേഴ്സിനും നേരെ ഒച്ചത്തിൽ തന്നെ ജുനീറ്റയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. ഒരു മുഖക്കുരുവിന്റെ പേരിൽ ആരെയും തള്ളിക്കളയാൻ സാധിക്കില്ല. ഒരാളുടെ സൗന്ദര്യം തീരുമാനിക്കുന്നത് അയാളുടെ ഔട്ടർ ലുക്സ് അല്ല, പേഴ്സണാലിറ്റി ആണെന്ന് ലിയോ പറയുന്നു. കൂടാതെ ജുനീറ്റയെ കളിയാക്കിയതിന് എല്ലാവരെയും കൊണ്ട് മാപ്പും പറയിക്കുന്നു. ജുനീറ്റയ്ക്ക് ഈ ഒരു കാര്യം കുറച്ച് ആത്മധൈര്യം നൽകി. കൂടാതെ ലിയോ അവളെ വളരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് അവൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്നു. അങ്ങനെ ലിയോയുടെ പിൻബലത്തിൽ ജുനീറ്റ സ്കാർഫ് ധരിക്കുക എന്ന തീരുമാനം അങ്ങ് മാറ്റുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ വളരെ സന്തോഷകരമായി കടന്നു പോകുന്നു. ജുനീറ്റയ്ക്ക് അതിനോടകം ലിയോയോട് ഒരു പ്രണയം തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഫസ്റ്റ് സെം സ്റ്റുഡൻസിന് സീനിയേഴ്സിനെ ഗൈഡായി നൽകുന്നത്. അതായത് ഫസ്റ്റ് സെമ്മിലെ ഒരു കുട്ടിക്ക് ഒരു സീനിയറിനെ ഗൈഡായി നൽകും. അങ്ങനെ എല്ലാവരും പെയറായി പ്രവർത്തിച്ച് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു പ്രോഗ്രാം വരുന്നു. ആ പ്രോഗ്രാമിൽ ജുനീറ്റയ്ക്ക് ലിയോയാണ് പെയറായി ലഭിക്കുന്നത്. അത് അവളെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നു. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞു കഴിയുമ്പോഴാണ് ജുനീറ്റ പക്ഷെ വളരെ സങ്കടകരമായ ഒരു വാർത്ത അറിയുന്നത്. മറ്റൊന്നുമല്ല, ജുനീറ്റയുടെ റൂംമേറ്റും ജുനീറ്റയോട് നന്നായി പെരുമാറുന്നതുമായ നിങ് എന്ന പെൺകുട്ടിയും ലിയോയും തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്ന്. അത് ജുനീറ്റയുടെ ഉള്ളിൽ വല്ലാത്ത അസൂയ ഉണ്ടാക്കുന്നു. അവൾക്ക് സങ്കടം വരുന്നു. പക്ഷെ അത് അവള് പുറമെ കാണിക്കാതെ ലിയോയുടെയും നിങ്ങിന്റെയും മുന്നിൽ ചിരിച്ചു കാണിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് നിങ് ഇവരുടെ ഹോസ്റ്റലിൽ നിന്ന് ചില കാരണങ്ങൾ കൊണ്ട് താമസം മാറിപ്പോകുന്നതാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജുനീറ്റയ്ക്ക് അവളുടെ ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നു. അവൾ എന്തായാലും നിങ് തനിയെ താമസിക്കുന്നതുകൊണ്ട് നിങ്ങിന്റെ കൂടെ പോയി താമസിക്കാമെന്ന് കരുതി നിങ്ങിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് നിങ് താമസിക്കുന്നത് ഒറ്റയ്ക്കല്ല, അവളുടെ കൂടെ ലിയോയും താമസിക്കുന്നുണ്ടെന്ന കാര്യം ജുനീറ്റ മനസ്സിലാക്കുന്നത്. കൂടാതെ അവിടെ നടക്കുന്ന സംഭാഷണത്തിൽ നിന്നാണ് ലിയോ ഈ കാണുന്ന പോലെ വളരെ സമ്പന്നമായ കുടുംബത്തിൽ നിന്നൊന്നും വന്നതല്ല, അവൻ കഷ്ടപ്പെട്ട് പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്താണ് അവന്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന കാര്യം മനസ്സിലാക്കുന്നു. പക്ഷെ നിങ് അത്യാവശ്യം നല്ല ക്യാഷ് ഒക്കെ ഉള്ള ഫാമിലിയിലാണ്. എന്തായാലും അന്ന് രാത്രി ആ ഒരു താമസ സ്ഥലത്തെ റൂമിൽ നിങ്ങും ജുനീറ്റയുമാണ് കിടക്കുന്നത്. ലിയോ പുറത്ത് സോഫയിൽ കിടക്കാമെന്ന് പറഞ്ഞു പോകുന്നു. പക്ഷെ അടുത്ത ദിവസം ജുനീറ്റ രാവിലെ ഉറക്കമുണ്ടായിരുന്ന സമയം ലിയോ താഴെ തണുത്ത് വരച്ച് കിടക്കുന്ന കാഴ്ചയാണ് അവൾ കാണുന്നത്. അവള് പാവം തോന്നി ലിയോയ്ക്ക് ബെഡ്ഷീറ്റ് പൊതച്ചു കൊടുക്കാൻ പോകുമ്പോൾ ലിയോ ഇവളെ വലിച്ചു കൂടെ കിടത്തി കെട്ടിപ്പിടിക്കുന്നു. നിങ്ങാണെന്ന് കരുതി ലിയോ ചെയ്തതായിരിക്കുമെന്ന് വിചാരിച്ച് അത് കാര്യമാക്കാതെ ജുനീറ്റ എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ പിന്നീട് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞ് ജുനീറ്റയും നിങ്ങും ലിയോയും ബിയും പുറത്തു പോയി ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് പോകാനായി ലിയോ അവന്റെ പക്കലുള്ള 2 വീലർ സ്റ്റാർട്ട് ആക്കാൻ നോക്കുമ്പോൾ അത് സ്റ്റാർട്ട് ആവുന്നില്ല. കൂടാതെ അതിന്റെ ഇടയിൽ ലിയോ ധരിച്ചിരുന്ന റബ്ബർ ചെരുപ്പും പൊട്ടുന്നു. ഇത് കണ്ട് നിങ്ങിന് വല്ലാത്ത ദേഷ്യം വരുന്നു. അവന്റെ ഒരു തല്ലിപ്പൊളി വണ്ടിയും അതിലും പഴഞ്ചൻ ഒരു റബ്ബർ ചെരുപ്പും. നീയേ നല്ല സാധനങ്ങളൊക്കെ കൊണ്ടിട്ടോ, അപ്പൊ നമുക്ക് ഡേറ്റിന് പോകാമെന്ന് പറഞ്ഞ് നിങ്ങ ലിയോയെ അവിടെ ഇട്ടിട്ട് പോകുന്നു. ലിയോ പഠിക്കാൻ വരെ വളരെ കഷ്ടപ്പെട്ട് കാശ് സ്വരുക്കൂട്ടുന്ന ഒരാളാണ് എന്നറിയാവുന്ന ആ ഒരു സാഹചര്യത്തിലാണ് പുതിയ വണ്ടി വാങ്ങാനായിട്ടൊക്കെ നിങ് ലിയോയെ കളിയാക്കി പറയുന്നത്. എന്തായാലും നിങ് അങ്ങ് പിണങ്ങിപ്പോയി. ലിയോ ബിയോടും ജുനീറ്റയോടും എന്തായാലും പ്ലാൻ ഒന്നും മാറ്റില്ല, നമുക്ക് പോയി ഫുഡ് കഴിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയിൽ ലിയോ ജുനീറ്റയോട് എന്തുകൊണ്ടായിരിക്കും നിങ് അങ്ങനെ എടുത്തടിച്ച് തന്റെ വണ്ടി സ്റ്റാർട്ട് ആവാഞ്ഞപ്പോൾ പിണങ്ങിപ്പോയതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അവള് ഈ പഴയ വണ്ടി നിങ്ങൾ കൊണ്ടു നടന്ന എന്തെങ്കിലും ആക്സിഡന്റോ വല്ലതും വരുത്തി വെക്കുന്നു പേടിച്ചിട്ടായിരിക്കും, അതിന് ആ ഒരു സെൻസിൽ കണ്ടാൽ മതി, അവൾ ഒരു പാവമാണ് എന്നെല്ലാം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഉടനെ ലിയോ അത് മനസ്സിലാക്കി നിങ്ങിനെ ഫോൺ വിളിച്ച് പിണക്കമൊക്കെ മാറ്റുന്നു. തുടർന്ന് ആ ഹോസ്റ്റലിൽ താമസിക്കേണ്ട എന്ന് തീരുമാനിച്ച് ഇപ്പോൾ നിങ് താമസിക്കുന്ന
താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ അടുത്തുള്ള മറ്റൊരു അപ്പാർട്ട്മെന്റിൽ താമസിക്കാനായി വരികയാണ് ജുനീറ്റയും ആലിയും. അവിടെ വെച്ച് ലിയോയെ ആലി കാണുന്നു. നല്ല മിടുക്കം പയ്യനാണല്ലോടി, നിനക്ക് ഇവനെ ബോയ് ഫ്രണ്ട് ആക്കിക്കൂടെ എന്നെല്ലാം ആലി പറയുമ്പോൾ അത് തന്റെ ഫ്രണ്ടിന്റെ ബോയ് ഫ്രണ്ടാ, താനിപ്പോ അങ്ങനെയൊന്നും ചിന്തിക്കുന്നേ ഇല്ല എന്ന് ജുനീറ്റയും പറയുന്നു. അന്ന് ഈവനിങ് ജുനീറ്റയും ആലിയും ഒരു റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. ആ സമയം അങ്ങോട്ടേക്ക് നിങ് വരുന്നു. പക്ഷെ കൂടെ മറ്റൊരു പയ്യനായിരുന്നു ഉണ്ടായിരുന്നത്, അത് ലിയോ അല്ല. അവര് ജുനീറ്റ ഇരിക്കുന്ന അതേ സൈഡിലുള്ള ടേബിളിന്റെ അടുത്തായി വന്നിരിക്കുന്നു. ജുനീറ്റ മെനു കാർഡും കൊണ്ട് അവളുടെ മുഖം പൊത്തിപ്പിടിക്കുകയാണ്, അവളെ നിങ് കാണാതിരിക്കാനായി. കൂടാതെ നിങ്ങും കൂടെയുള്ള പയ്യനും എന്താണ് സംസാരിക്കുന്നതെന്ന് ഒളിച്ചു കേൾക്കാൻ ശ്രമിക്കുന്നു. സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ ഇരിക്കുന്ന പയ്യന്റെ പേര് ടോട്ട് എന്നാണ്. ടോട്ട് നിങ്ങിന്റെ ബോയ് ഫ്രണ്ട് ആണ്. ഈ ഒരു റിലേഷൻ നിങ്ങിന്റെ പേരൻസിനും അറിയാം. ടോട്ട് വളരെ കാശുള്ള വീട്ടിലെ പയ്യനായതുകൊണ്ട് തന്നെ നിങ്ങിന്റെ പേരൻസ് ഈ ടോട്ടിനെ കൊണ്ട് നിങ്ങിനെ കല്യാണം കഴിപ്പിക്കാൻ ഇരിക്കുകയാണ്. ഇതെല്ലാം ഒരു ഞെട്ടലോടെ ജുനീറ്റ തിരിച്ചറിയുന്നു. കാരണം ലിയോയെ ബോയ് ഫ്രണ്ടായി നിങ്ങ കൂടെ കൊണ്ട് നടക്കുന്ന അതേ സമയത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ജുനീറ്റ നിങ്ങ തന്നെ കാണാതിരിക്കാൻ ആവുന്നത് ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങ് ജുനീറ്റയെ കാണുന്നു. ജുനീറ്റ കൂടുതൽ അവിടെ ഇരുന്ന് ഒരു സംസാരം ഉണ്ടാക്കണ്ട എന്ന് കരുതി അവിടെ നിന്ന് പോകുന്നു. അന്ന് റൂമിൽ വന്ന് ജുനീറ്റ ഫുൾ ആലോചിക്കുന്നത് ലിയോയോട് അവൻ പറ്റിക്കപ്പെടുകയാണെന്ന കാര്യം വെളിപ്പെടുത്തണോ. അങ്ങനെ വെളിപ്പെടുത്തിയാൽ അത് ലിയോയോട് ചെയ്യുന്ന ഒരു ഉപകാരമായിരിക്കും. പക്ഷേ ആ പേരിൽ നിങ്ങ് തന്നോട് പിണങ്ങില്ല എന്നെല്ലാമാണ് അവള് കരുതുന്നത്. എന്തായാലും അവള് ലിയോയോട് പറയുന്നില്ല. അടുത്ത ദിവസം ലഞ്ച് ബ്രേക്ക് ടൈം ആയപ്പോൾ ജുനീറ്റയും ലിയോയും ബിയും നിങ് വരാനായി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സമയം അങ്ങോട്ടേക്ക് ടോട്ട് വരുന്നു, നിങ്ങിന്റെ ബോയ് ഫ്രണ്ട്. ജുനീറ്റ കഴിഞ്ഞ ദിവസം കണ്ട് പരിചയമുള്ള ടോട്ട് ജുനീറ്റ കണ്ടപാടെ അവിടെ വന്നിരിക്കുകയാണ്. കൂടാതെ അവിടെ വെച്ച് നിങ്ങിനെ പറ്റി തന്നെ ടോട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ലിയോ, നിങ്ങൾക്ക് നിങ്ങിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ എങ്ങനെ അറിയാം, നിങ്ങൾ നിങ്ങിന്റെ ആരാണെന്ന് ചോദിക്കുന്നു. ടോട്ട് ഞാൻ അവളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് വളരെ വലിയ കാര്യത്തിൽ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ലിയോയ്ക്ക് ദേഷ്യം വരുന്നു. ഞാൻ അവളുടെ ബോയ് ഫ്രണ്ട് എന്ന് ലിയോ പറയുന്നത് കേൾക്കുന്ന ടോട്ടിനും ദേഷ്യം വരുന്നു. അങ്ങനെ രണ്ടുപേരും തമ്മിൽ അവിടെ കിടന്ന് അടിയാകുന്നു. അവസാനം നിങ് വന്നു കഴിഞ്ഞാണ് ഇവര് തമ്മിലുള്ള അടി നിൽക്കുന്നത്. ലിയോ നിങ്ങിനോട് നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്, നിനക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉള്ളപ്പോൾ നീ എന്തിനാ എന്നെ ഇങ്ങനെ പറ്റിച്ചത് എന്നെല്ലാം ചോദിക്കുമ്പോൾ ലിയോയെ പോലെ കയ്യിൽ കാശില്ലാത്ത ഒരുത്തന്റെ കൂടെ ലൈഫ് ലോങ് ജീവിക്കാൻ തന്റെ പേരൻസ് അലോ ചെയ്യില്ലെന്നും അതുകൊണ്ട് ചുമ്മാ കൂടെ കൊണ്ടു നടക്കാൻ ഒരുത്തന് വേണമെന്ന് തോന്നിയപ്പോൾ റിലേഷനിൽ ആയതാണെന്നും നിങ് ഒരു കൂസലുമില്ലാതെ ലിയോയോട് പറയുന്നു. ഇനി ലിയോയുടെ ആവശ്യം അവൾക്കില്ല എന്ന് പറഞ്ഞ് ലിയോയുമായി അവള് ബ്രേക്കപ്പ് ആവുകയാണ്. ലിയോ അങ്ങനെ അവിടെ നിന്ന് വളരെ വിഷമത്തിൽ നടന്നകലുന്നു. ഇത് ജുനീറ്റ കാണുന്നു. പിന്നീട് അടുത്ത ഒരാഴ്ച ലിയോ സ്കൂളിൽ വന്നിട്ടില്ല. ലിയോയെ ഫോൺ വിളിച്ചിട്ടോ കോണ്ടാക്ട് ചെയ്യാനോ ഒരു രീതിയിലും ജുനീറ്റയ്ക്ക് സാധിക്കുന്നില്ല. അവൾ വളരെ അപ്സെറ്റ് ആയിരുന്നു. അവൾ നടന്ന കാര്യങ്ങളെല്ലാം ഒന്ന് അനലൈസ് ചെയ്യുന്നു. നല്ല കാശുള്ള ജുനീറ്റയെ മുഖത്ത് മുഖക്കുരു വന്നു എന്ന പേരിൽ, അല്ലെങ്കിൽ മുഖത്തിന് കുറച്ച് വണ്ണം വെച്ചു എന്ന പേരിൽ ഇവളുടെ ബോയ് ഫ്രണ്ട് ഇവളുമായി ബ്രേക്കപ്പ് ആയതാണ്. ഇവിടെ ലിയോയെ കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷെ കയ്യിൽ കാശില്ല എന്ന കാര്യം പറഞ്ഞ് നിങ് അവനെ വേണ്ടാന്ന് പറയുന്നു. അപ്പോൾ കാശിന്റെയും സൗന്ദര്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ആളുകൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത്. അത് പക്ഷേ റിയൽ ആയിട്ടുള്ള ഒരു ഇഷ്ടമല്ല. ഇതിലേതെങ്കിലും ഒന്ന് ഇല്ലാതാവുന്ന സമയത്ത് ആ ബന്ധം വേണ്ടാന്ന് വെച്ച് പോകാവുന്ന തരത്തിലുള്ള ഒരു ഇഷ്ടം മാത്രമാണ് ഈ കാശിന്റെയും സൗന്ദര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ വരുന്നതെന്ന് ജുനീറ്റ മനസ്സിലാക്കുന്നു. നമ്മളുടെ യഥാർത്ഥ അവസ്ഥ നമ്മൾ കാണാൻ അത്ര ഭംഗിയില്ലാത്തവരായിക്കോട്ടെ, അല്ലെങ്കിൽ കയ്യിൽ അത്ര കാശില്ലാത്തവരായിക്കോട്ടെ, എന്താണെങ്കിലും നമ്മളുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കി ഇഷ്ടപ്പെടുന്നവരാണ് ലൈഫ് ലോങ് നമ്മളുടെ കൂടെ ഉണ്ടാവുക എന്ന കാര്യം അവള് തിരിച്ചറിയുന്നു. അങ്ങനെ പിന്നീട് കുറേ തപ്പിപ്പിടിച്ച് അവള് ലിയോയെ കണ്ടെത്തുന്നു. അപ്പോഴേക്കും അവനും നിങ് തന്നെ പറ്റിച്ചിട്ട് പോയതിന്റെ ആ ഒരു ഹാങ് ഓവർ ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു. വേണ്ടാത്തവള് പോട്ടെ, നമ്മളെ വേണ്ടാത്തവളെ നമുക്ക് എന്തിനാണെന്നുള്ള മട്ടിലേക്ക് അവനും എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ ഇടയിൽ ലിയോയ്ക്ക് എന്തു പറ്റി, ലിയോ എവിടെ പോയി എന്നെല്ലാം കാര്യമായി അന്വേഷിച്ച് ജുനീറ്റയെ അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ അങ്ങനെ ജുനീറ്റയുമായി പ്രണയത്തിലാവുന്നു. ഓൾറെഡി തനിക്ക് മുഖക്കുരു ഉള്ള സമയത്ത് തന്നെ കളിയാക്കി ചിരിച്ചവരെ കൊണ്ട് തന്നെ തന്നോട് മാപ്പ് പറയിപ്പിച്ച ലിയോയോട് ഉള്ളിൽ പ്രണയമുള്ള ജുനീറ്റയ്ക്ക് ആ ഇഷ്ടം അവനോട് തുറന്നു പറയാൻ മടിയൊന്നും ഉണ്ടായിരുന്നില്ല. ലിയോയ്ക്കും മറിച്ച് അവളെ ഇഷ്ടമായതുകൊണ്ട് രണ്ടുപേരും നല്ലൊരു റിലേഷനിലാവുന്നു. അപ്പോഴേക്കും നല്ലൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിന്റെ ട്രീറ്റ്മെന്റിൽ മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്ന ജുനീറ്റയുടെ മുഖത്തെ ആ ഒരു മുഖക്കുരു എല്ലാം മാറി അവളും നല്ല നോർമൽ ആകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആര് കണ്ടാലും അസൂയപ്പെടുന്ന പോലത്തെ നല്ല പെർഫെക്റ്റ് കപ്പിളായി ജുനീറ്റയും ലിയോയും മാറിയിരിക്കുന്നു. അങ്ങനെ അവരുടെ റിലേഷൻ ഒരു കോട്ടവും തട്ടാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നത്. ഇതൊരു ചെറിയ ലവ് സ്റ്റോറി ആണെങ്കിലും നല്ലൊരു റിലേഷന് വേണ്ട മാനദണ്ഡം കാശോ സൗന്ദര്യമോ അല്ല, അത് മനസ്സാണ്, ആത്മാർത്ഥമായ സ്നേഹമാണ് എന്ന വലിയൊരു മെസ്സേജ് പാസ് ചെയ്തുകൊണ്ടാണ് ഈ കഥ ഇവിടെ അവസാനിച്ചത്. തീർച്ചയായും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.